ഹായ് ഓൾ, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് റെഡ്മി ഗോ ആണ്. റെഡ്മി ഗോ ആൻഡ്രോയിഡ് ഓറിയോ ഗോ വെർഷനിൽ വരുന്നൊരു ഫോണാണ്. ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് ബുക്ക് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാനിത് ബുക്ക് ചെയ്തത് ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ്. ഇന്ന് ഡെലിവറി ചെയ്തേക്കുന്നത് ശനിയാഴ്ചയാണ്. അപ്പം നല്ലൊരു ഡെലിവറി സർവീസാണ് നമുക്ക് ഫ്ലിപ്കാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതാ നമ്മുടെ ഒരു റെഡ് കവറിൽ വെച്ചിട്ടാണ് റെഡ്മി ഗോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഈ കവർ കഴിക്കാം. വാവ്, നമ്മുടെ റെഡ്മി ഗോ മനോഹരമായൊരു പാക്കിംഗ് ആണ്. പാക്കിൽ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ റെഡ്മി ഗോ ഒരു നല്ലൊരു ഭംഗിയിൽ റെഡ്മി ഗോ എന്ന് എഴുതിയേക്കുന്നു. റെഡ്മി ഗോ ബൈ സിയോമി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പം ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൃത്യമായിട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഇതിൻ്റെ കവറിൽ എഴുതിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 425 പ്രോസറാണ്. 8 MB റിയർ ക്യാമറയുണ്ട്. 300 mAh ബാറ്ററിയാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 MB ആണ്. പിന്നെ ഇതൊരു 5 ഇഞ്ച് ഡിസ്പ്ലേ, ഫുൾ HD ഡിസ്പ്ലേ വരുന്നൊരു ഫോണാണ്. വില വരുന്നത് ഏകദേശം 4500 രൂപയാണ്. അപ്പോൾ നമുക്കിത് തുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സീല് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ഈ പുറത്ത് കൊണ്ടൊരു സീൽ, അപ്പോൾ അതുകൂടെ പൊട്ടിക്കണം. അത് രണ്ട് സീലും പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ തുറക്കുവാണ്. ഇതാണ് നമ്മുടെ റെഡ്മി ഗോ. അപ്പോൾ നമുക്ക് ഫോൺ നോക്കുമ്പോൾ നമ്മുടെ ബോക്സിനകത്ത് വരുന്നത് നമ്മുടെ ഫോൺ, പിന്നെ ഒരു ചാർജർ, USB കേബിൾ, ഇതിനകത്തുള്ളത് ഒരു യൂസർ മാനുവലുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വയ്ക്കാം. നമുക്ക് ഇനി ഫോൺ ഓണാക്കി നോക്കാം. ഫോൺ ഓണാക്കുന്നതിന് നമുക്ക് ഫോൺ നോക്കാം. വളരെ തിന്നായൊരു ഫോണാണ്. ഒരു മീഡിയം സൈസ് ഫോണാണ്. 5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്. 720p ഹൈ റെസൊല്യൂഷൻ വരുന്നൊരു ഡിസ്പ്ലേ ആണ്. നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 425 ആണ് പ്രോസസ്സർ. നമുക്കിത് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പം നമുക്ക് ഈ സ്റ്റിക്കർ പറിക്കാം. അതായിരിക്കും നമ്മുടെ ഡിസ്പ്ലേ മനസ്സിലാകാൻ കുറച്ച് നല്ലത്. ഓണായി വരുമ്പം നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. നമ്മുടെ സിം ഇടാത്തത് കൊണ്ട് നമുക്കിപ്പം നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് സ്കിപ്പ് അടിച്ചു വിടാം. നമ്മുടെ ഒരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തു. നമ്മുടെ ഒരു എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു അപ്ഡേറ്റ്സ് പിന്നെ എപ്പോഴേലൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പം നമ്മളിതിന് നമ്മുടെ ഒരു ഫോണിനൊരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പേര് കൊടുക്കുന്നത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി മേടിച്ചതുകൊണ്ട് അച്ഛൻ്റെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം
ഫോണിനൊരു സെക്യൂരിറ്റി എന്തെങ്കിലും കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നാണോ പാസ്വേഡാണോ പാറ്റേൺ ആണോ. അപ്പോൾ നമുക്ക് ഇതിനൊരു പാറ്റേൺ കൊടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാറ്റേൺ വരച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗൂഗിൾസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ആക്സെപ്റ്റ് ചെയ്തു. MIയുടെ സർവീസും എല്ലാം ആക്സെപ്റ്റ് ചെയ്തു. ശേഷം നമ്മുടെ ഫോണിൻ്റെ ഹോം പേജിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ആപ്പ് ലോഡ് ചെയ്യുന്ന ഒരു ലോഡർ ഇവിടെ കാണുന്നുണ്ട്. മൊത്തത്തിൽ കാണുമ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് ഫോണാണ്. ഒരു സ്മോൾ ഫോണാണ്. എല്ലാവർക്കും കയ്യിൽ വെച്ച് ഉപയോഗിക്കാൻ എളുപ്പമുള്ളൊരു ഫോണാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്റ്റോറേജ് പെർമിഷൻ അലോ കൊടുത്തു. ഒരു ലോഞ്ചറിൻ്റെ തല കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോൺ ഓണായി നമ്മുടെ ഹോം പേജിൽ വന്നിട്ടുണ്ട്. കൊള്ളാം, മനോഹരമായ ഒരു നല്ല ക്ലിയർ ഉള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഓൾറെഡി ഇതിനകത്ത് കിടക്കുന്ന ആപ്പുകളാണ്. ഈ അധികം യൂസേജ് ഇല്ലാത്ത ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മികച്ചൊരു ഫോണായിരിക്കും. 425 സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ, 8 MB ആണ് റിയർ ക്യാമറ, 300 mAh ആണ് ബാറ്ററി, 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ജിമെയിൽ എല്ലാം ഗോ വെർഷനാണ്. അതായത് മെയിൽ ഗോ വെർഷനാണ്, ഗൂഗിൾ ഗോ വെർഷനാണ്. അപ്പോൾ കുറച്ചുകൂടെ നെറ്റ്വർക്കൊക്കെ സ്ലോ ആണെങ്കിൽ പോലും അധികം നെറ്റ് യൂസ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫോണാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ പറ്റി പിന്നെ ഒരു വീഡിയോ ഇടാം. താങ്ക് യു.